ഇന്ത്യൻ റെയിൽവേയുടെ തത്കാൽ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം ഇന്നു മുതൽ ചില പ്രധാന മാറ്റങ്ങളോടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. യാത്രക്കാർക്ക് ടിക്കറ്റ് എടുക്കുന്നത് കൂടുതൽ ക്രമത്തിലാക്കാനും നിരക്ക് കുറയ്ക്കാനും ദുരുപയോഗം ഒഴിവാക്കാനുമാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓൺലൈനിലും കൗണ്ടറിലുമുള്ള ബുക്കിംഗിൽ മാറ്റങ്ങളുണ്ടെങ്കിലും റെയിൽവേ ടിക്കറ്റ് കൗണ്ടറുകളിലെ നേരിട്ടുള്ള ബുക്കിംഗിലാണ് കൂടുതൽ പുതുമകൾ വരുത്തിയിരിക്കുന്നത്. അതോടൊപ്പം IRCTCയുടെ പുതിയ വെബ്സൈറ്റും ബുക്കിംഗ് വേഗത കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. ഇനി വന്നിരിക്കുന്ന എല്ലാ മാറ്റങ്ങളും ഒന്ന് വിശദമായി നോക്കാം. റെയിൽവേ ടിക്കറ്റ് കൗണ്ടറുകളിൽ ഇനി മുതൽ ടോക്കൺ സംവിധാനം നടപ്പാക്കും. ഇതിലൂടെ കൗണ്ടറിന് മുന്നിലെ തിരക്ക് കുറയ്ക്കാനാണ് റെയിൽവേയുടെ ശ്രമം. ആദ്യം എത്തുന്നവർക്ക് ആദ്യ ടോക്കൺ നൽകും. ടോക്കൺ കിട്ടിയ ശേഷം അതിലെ നമ്പർ അനുസരിച്ചായിരിക്കും യാത്രക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ക്യൂവിൽ നിൽക്കേണ്ടത്. ഇതിലൂടെ നീണ്ട നേരം ക്യൂവിൽ കാത്തു നിൽക്കേണ്ട ബുദ്ധിമുട്ട് കുറയ്ക്കാമെന്നാണ് പ്രതീക്ഷ. AC ക്ലാസ്സിലെ തൽക്കാൽ ടിക്കറ്റിനുള്ള ടോക്കണുകൾ രാവിലെ 8:30 മുതൽ 9:30 വരെ വിതരണം ചെയ്യും. നോൺ AC ക്ലാസ്സിനുള്ള ടോക്കണുകൾ രാവിലെ 9 മുതൽ 9:30 വരെയാണ് നൽകുക. ടോക്കൺ വാങ്ങിയവർ മാത്രമേ തുടർന്ന് ബുക്കിംഗ് ക്യൂവിൽ നിൽക്കാൻ കഴിയൂ. കൗണ്ടർ ബുക്കിംഗിലും ഇനി 2 വിഭാഗങ്ങളായിരിക്കും ഉണ്ടാകുക. A വിഭാഗവും B വിഭാഗവും. ഇതിൽ A വിഭാഗം മുൻഗണനാ വിഭാഗമാണ്. ആദ്യം A വിഭാഗത്തിലെ ബുക്കിംഗ് പൂർത്തിയാക്കിയ ശേഷമേ B വിഭാഗത്തിലെ അപേക്ഷകൾ പരിഗണിക്കൂ. ഇത്തരത്തിൽ ബുക്കിംഗ് ക്രമീകരിക്കുന്നതിലൂടെ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ സേവനം നൽകാനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത്. ഓൺലൈനായി IRCTC വെബ്സൈറ്റിലൂടെയോ മൊബൈൽ ആപ്പിലൂടെയോ തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കും പുതിയ മാറ്റമുണ്ട്. ഇനി മുതൽ ആധാർ ഒതന്റിഫിക്കേഷൻ നിർബന്ധമായിരിക്കുകയാണ്. ഉപഭോക്താവിന്റെ ആധാർ അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച ശേഷം മൊബൈലിൽ ലഭിക്കുന്ന OTP നൽകി ഒതന്റിഫിക്കേഷൻ പൂർത്തിയാക്കണം. അതിനുശേഷമേ തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കൂ. ഈ നടപടിയുടെ പ്രധാന ലക്ഷ്യം വ്യാജ ബുക്കിംഗുകളും അനാവശ്യ ഇടപെടലുകളും കുറയ്ക്കുകയാണ്. എന്നാൽ തൽക്കാൽ ടിക്കറ്റ് ലഭിക്കാൻ വളരെ കുറച്ച് സമയമേ ലാഭിക്കാറുള്ളൂ. ആയതിനാൽ ബുക്കിംഗ് നടത്തുന്ന സമയത്ത് ആധാർ പരിശോധന നടത്താൻ ശ്രമിച്ചാൽ സമയം നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ മുൻകൂട്ടി തന്നെ ആധാർ ഒതന്റിഫിക്കേഷൻ പൂർത്തിയാക്കി വെക്കണമെന്ന് റെയിൽവേ നിർദ്ദേശിക്കുന്നു. തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗ് നടത്തുന്ന അംഗീകൃത ഏജന്റുമാർക്കും പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൽക്കാൽ ബുക്കിംഗ് ആരംഭിച്ച ഉടൻ ആദ്യ അരമണിക്കൂർ ഇവർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയില്ല. AC ക്ലാസ്സിൽ രാവിലെ 10 മുതൽ 10:30 വരെ ഏജന്റുമാർക്ക് ബുക്കിംഗ് അനുവദിക്കില്ല. അതുപോലെ നോൺ AC ക്ലാസ്സിൽ രാവിലെ 11 മുതൽ 11 വരെ ബുക്കിംഗ് വിലക്കുണ്ട്. ഈ തീരുമാനം സാധാരണ യാത്രക്കാർക്ക് തൽക്കാൽ ടിക്കറ്റ് ലഭിക്കാനുള്ള അവസരം കൂട്ടാനാണ്. പലപ്പോഴും ഏജന്റുമാർ വളരെ വേഗത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തതിനാൽ സാധാരണ യാത്രക്കാർക്ക് ടിക്കറ്റ് ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. പുതിയ നിയന്ത്രണം ഈ പ്രശ്നം കുറയ്ക്കുമെന്നാണ് റെയിൽവേയുടെ പ്രതീക്ഷ. ഇതിനിടെ IRCTCയുടെ പുതിയ ബിറ്റ വെബ്സൈറ്റും ശ്രദ്ധ നേടുകയാണ്. ജൂലൈ 15-നാണ് ഈ പുതിയ വെബ്സൈറ്റ് അവതരിപ്പിച്ചത്. പഴയ വെബ്സൈറ്റിനേക്കാൾ വേഗത്തിലും സ്ഥിരതയോടെ പ്രവർത്തിക്കാനാണ് പുതിയ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് തൽക്കാൽ ബുക്കിംഗ് സമയത്ത് വലിയ തിരക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. റെയിൽവേ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം പുതിയ ബീറ്റ വെബ്സൈറ്റ് ആരംഭിച്ചതിനു ശേഷം തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗിൽ നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട്. തൽക്കാൽ ബുക്കിംഗ് വിൻഡോ തുറന്ന ആദ്യ 3 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കിയ ബുക്കിംഗുകളുടെ എണ്ണം 5% വർദ്ധിച്ചു. 5 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കുന്ന ബുക്കിംഗുകളിൽ 3% വർധനയും ആദ്യ 30 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കുന്ന ബുക്കിംഗുകളിൽ 2% വർധനയും രേഖപ്പെടുത്തി. 2026 ജൂലൈയിലെ കണക്കുകൾ നോക്കിയാൽ മൊത്തം റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗുകളിൽ ഏകദേശം 89.84% ഓൺലൈനിലൂടെയായിരുന്നു. ഇത് ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ്. കൂടുതൽ ആളുകൾ ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറിയതിന്റെ തെളിവായാണ് ഈ കണക്ക് വിലയിരുത്തപ്പെടുന്നത്. പുതിയ വെബ്സൈറ്റിൽ സെർവറുകളുടെ ശേഷിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തിരക്കേറിയ സമയങ്ങളിൽ വെബ്സൈറ്റ് ക്ലോസ് ആക്കുകയോ പ്രവർത്തനം തടസ്സപ്പെടുകയോ ചെയ്യുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കാനാണിത്. കൂടാതെ റെയിൽവേയുടെ പാസഞ്ചർ റിസർവേഷൻ സംവിധാനവും പൂർണ്ണമായി നവീകരിച്ചിട്ടുണ്ട്. ഇതിലൂടെ ബുക്കിംഗ് പ്രക്രിയ കൂടുതൽ വേഗത്തിലും സുരക്ഷിതമായി നടക്കുമെന്നാണ് റെയിൽവേ വ്യക്തമാക്കുന്നത്. എന്നിരുന്നാലും ആധാർ ഒതന്റിഫിക്കേഷൻ പൂർത്തിയാക്കാൻ ചിലപ്പോൾ അധിക സമയം എടുക്കാൻ സാധ്യതയുണ്ട്. ആയതിനാൽ തൽക്കാൽ ബുക്കിംഗ് തുടങ്ങുന്ന സമയത്ത് അത് ചെയ്യാതെ നേരത്തെ തന്നെ അക്കൗണ്ട് പരിശോധിച്ച് എല്ലാ നടപടികളും പൂർത്തിയാക്കി വെക്കുന്നത് യാത്രക്കാർക്ക് കൂടുതൽ ഗുണകരമായിരിക്കും. ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ തൽക്കാൽ ബുക്കിംഗ് മാറ്റങ്ങൾ യാത്രക്കാർക്ക് കൂടുതൽ ക്രമബദ്ധവും സുതാര്യവുമായ സേവനം നൽകാനാണ് ലക്ഷ്യമിടുന്നത്. കൗണ്ടറിലെ ടോക്കൺ സംവിധാനം, ആധാർ ഒതന്റിഫിക്കേഷൻ, ഏജന്റുമാർക്കുള്ള നിയന്ത്രണം, പുതിയ വെബ്സൈറ്റിന്റെ വേഗത എന്നിവയെല്ലാം സാധാരണ യാത്രക്കാർക്ക് കൂടുതൽ അവസരം ഉറപ്പാക്കാൻ സഹായിക്കുന്ന നടപടികളാണ്. ഈ മാറ്റങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞ് ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തിയാൽ തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാകും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.